നമുക്കൊരു ആരൂഢം കൂടെ എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. അതായത് നമ്മൾ ഏത് കാര്യം നോക്കുമ്പോൾ തിഥിയുടെ ശുദ്ധി വളരെ പ്രധാനമാണ്. തിഥേയസ്ഥ സ്ത്രീയമാപ്നോതി എന്നാണ്. തിഥി ശുദ്ധമാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇന്നത്തെ തിഥി ഷഷ്ടി തിഥിയാണ്. അതിൽ ഈ ഷഷ്ടി തിഥിയെ പറയുന്നത് ഭദ്രാതിഥി എന്നാണ്. തിഥികൾക്ക് നന്ദ, ഭദ്ര, ജയ, രിക്ത, പൂർണ്ണ എന്നിങ്ങനെ തിഥികൾക്ക് ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ ഈ ഷഷ്ടി എന്ന് പറയുന്നത് ഭദ്രാതിഥിയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഭദ്രമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നിത്യയോഗം, ഇന്നത്തെ നിത്യയോഗമാണ് ഏറ്റവും ശുദ്ധം. സാധ്യയോഗം എന്നാണ് പറയുന്നത്. സാധ്യയോഗം പേരിൽ തന്നെ ഉണ്ട്, മനസ്സിലായില്ലേ? പേരിൽ തന്നെ ഉണ്ട് സാധ്യയോഗം എന്ന് പറഞ്ഞാൽ എല്ലാം സാധിക്കപ്പെടുന്നതാണ്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന തരത്തിൽ കാര്യങ്ങളെല്ലാം സാധ്യമാകും എന്ന് പറയാം. അതുപോലെ തന്നെ വരാഹ കരണമാണ് ഇന്നത്തെ കാരണം. വരാഹം എന്ന് പറയുന്നത് ഭൂമിയെ വീണ്ടെടുത്ത ആളാണ്, മനസ്സിലായി? അപ്പോൾ നമ്മുടെ ശ്രേയസ്സും കീർത്തിയും ദേവതാ ചൈതന്യങ്ങളെയുമൊക്കെ വീണ്ടെടുത്ത് പ്രതിഷ്ഠിച്ച് അതിൻ്റെ ആ പ്രതിഷ്ഠാകർമ്മം പൂർണ്ണമാക്കാൻ കൂടി പോവുക. അതും കൂടി ചേർത്താണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിനെല്ലാം യോജിച്ച ചിത്രം തന്നെയാണ്. അതുപോലെ ശുക്ലപക്ഷമാണ് നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ ചന്ദ്രന് നല്ല ബലമുള്ളത്. ഏത് ശുഭകർമ്മവും ശുക്ലപക്ഷത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പോൾ നമ്മൾ അറിയാതെയോ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നുവെങ്കിൽ അത് ഒരു കൃഷ്ണപക്ഷമാകുമായിരുന്നു. എന്തോ ഒരു അസൗകര്യം സംഭവിച്ചു. അപ്പോൾ ഇത് കൃഷ്ണപക്ഷം ഒക്കെ ശരിയാണ്. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. സൂര്യപിതാമഹോ വ്യാസോ വസിഷ്ഠോ ത്രിപരാശര കശ്യപോ നാരദോ ഗർഗോ മരീചിർമനുരംഗിര വ്യോമശപ്പവിശശ്ചൈവച്ചവനോ യവനോ പ്രഘോഷൗനകോ അഷ്ടാദശാശ്ചേതേ ജ്യോതിശാസ്ത്രപ്രവർത്തകോ. പോയി ഓം അധ്യാപകന്യാദവന്തിയാധ്യായാമി സാത്വസമുദ്ധേ ശുദ്ധേവൃത്തേ ഞാൻ ഒന്ന് ഈശ്വരാദിനം നോക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആരംഭത്തിന് മുമ്പായിട്ട് ചെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. സാന്നിധ്യവും ചൈതന്യവും ഒക്കെ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ചിങ്ങൻ രാശിയാണ് ആരൂഢമായി വരുന്നത്. 10 വ്യാഴം. ആരൂഢം തടുത്തിട്ടില്ല.
ഉദയലഗ്നത്തിന് നല്ല മഹായോഗവും 10 വ്യാഴമാണ്. വ്യാഴം ഒരു വ്യാഴം ഇഷ്ടസ്ഥാനത്ത് വരിക എന്നുള്ളതാണ് ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയൊരു. നമ്മളിപ്പോൾ ഈശ്വരാധീനം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിൽ വ്യാഴം ഇഷ്ടസ്ഥാനത്ത് വരിക, വ്യാഴം 4-ലോ 7-ലോ 10-ലോ ആരൂഢത്തിലോ വന്നാൽ, അല്ലെങ്കിൽ 5-ലോ 9-ലോ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ശ്രേയസ്കരമാണ്. ഇതിലിപ്പോൾ വ്യാഴം 10-ലാണ് വന്നത്. 10 എന്ന് പറയുന്നത് ഏറ്റവും പ്രബലമായ കേന്ദ്രമാണ്. 10-ൽ നിൽക്കുന്ന ഗ്രഹത്തിന് എൻ്റെ ചാർട്ടിനെ, എൻ്റെ ഗ്രഹസ്ഥിതിയെ മുഴുവൻ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ വ്യാഴം 10-ലാണ് വന്നത്. ചിങ്ങൻ രാശിയാണ് ആരൂഢമായി വന്നത്. വ്യാഴം 10-ൽ വന്നു. 10-ൽ നിൽക്കുന്ന വ്യാഴത്തിന് എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, മനസ്സിലായില്ലേ, എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, സംരക്ഷിക്കത്തക്ക രീതിയിൽ ഈശ്വര ചൈതന്യം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പൂജകളും ഒരു ക്ഷേത്ര വിഷയമായിട്ടാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അവിടെ ചൈതന്യം ഉണ്ടോ, അവിടുത്തെ സംഗതികൾ എങ്ങനെയാണ്, ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് എന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പോൾ അതെല്ലാം വളരെ ഭംഗിയാണ്. ഇപ്പോൾ 2-ൽ വന്നാൽ, അല്ലെങ്കിൽ 5-ൽ വന്നാൽ, അല്ലെങ്കിൽ 7-ൽ വന്നാൽ ഒക്കെ ചൈതന്യം നമുക്ക് പറയാമെങ്കിലും, അനുഗ്രഹം പറയാമെങ്കിലും, ഇപ്പോൾ 10-ൽ വന്നതുകൊണ്ട് അത് ശ്രേഷ്ഠമാണ് എന്നാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പ്രതിഷ്ഠ ദിനം അതിൻ്റെ